ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മളിന്ന് പുതിയൊരു ബോർഡർ എംബ്രോയ്ഡറിയാണ് പഠിക്കുന്നത്. എല്ലാവരും ഇതുപോലത്തെ ഒരു ലൈൻ വരച്ചെടുക്കുക. ബുള്ളിയൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ബുള്ളിയൻ സ്റ്റിച്ചിൻ്റെ ബേസിക് ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. അതിനു മുമ്പുള്ള വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്ക് അത് കണ്ടുപഠിക്കാൻ പറ്റും. 1 സെൻറ്റിമീറ്റർ മാറി മാറി ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നീഡിൽ മുമ്പിൽ നിന്ന് കുത്തിയെടുക്കുക. ഇതുപോലെ പുറകിലേക്ക് കുത്തി താഴേക്ക് ഇറക്കുക. വീണ്ടും ആദ്യം കുത്തിയ ഹോളിൽ കൂടി മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ഇവിടെ സൂചിയിൽ നൂല് ചുറ്റി കൊടുക്കുവാണ്. 15 വട്ടമാണ് ഞാൻ ചുറ്റുന്നത്. ശേഷം ഇങ്ങനെ വലിച്ചെടുക്കുക. നീഡിൽ പതുക്കെ വലിച്ചെടുക്കുക. ഇതുപോലെ നമുക്ക് കിട്ടും. അതിനുശേഷം ഈ ഹോളിലൂടെ താഴേക്ക് കുത്തിയിറക്കുക. വീണ്ടും മുമ്പിൽ നിന്ന് കുത്തിയെടുക്കുക. പുറകിൽ കുത്തി താഴ്ത്തുക. ആദ്യം കുത്തിയ പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക. ശേഷം 15 വട്ടമാണ് ചുറ്റിക്കൊടുക്കുന്നത്. നൂല് സൂചിയിൽ ഒരുപാട് മുറുക്കി ചുറ്റല്, പിന്നെ അത് സൂചി ഊരിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് ശേഷം ഇതുപോലെ ഇവിടെ കുത്തി താഴ്ത്തുക. ഹാൻഡ് എംബ്രോയ്ഡറിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചാണിത്. നമുക്ക് ഇതുപയോഗിച്ച് ഒരുപാട് റോസുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കുറച്ച് പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ കുത്തിയെടുക്കുക. ശേഷം ഇവിടെ കുത്തി താഴ്ത്തുക. വീണ്ടും ആദ്യത്തെ പോയിന്റിൽ കൂടെ കുത്തി മുകളിലേക്ക് എടുക്കുക. 15 വട്ടം നൂല് ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വലിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് ബുള്ളിയൻ സ്റ്റിച്ച്. ഇവിടെ കുത്തി താഴ്ത്തുക. ഇനി നമ്മൾ ഇവിടെ പിസ്റ്റോൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഈ ഗ്യാപ്പുകളിൽ കൂടി ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോഴും ഇച്ചിരി തടിയുള്ള സൂചി എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതുപോലെ കിട്ടുന്ന മുത്ത് പോലെ കിട്ടുന്ന ഭാഗം കുറച്ച് വലുപ്പത്തിൽ കിട്ടുന്നതാണ്. ഇതുപോലെ 2 വട്ടം ചുറ്റുക. ഇതാണ് പിസ്റ്റോൾ സ്റ്റിച്ച്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മുന്നേ. ചിലർ ഇതിന് ലോങ് ഫ്രഞ്ച് നോട്ട് എന്ന് പറയാറുണ്ട്. ഇതുപോലെ ചെയ്തു കൊടുക്കുക. ഇത് നമ്മളിപ്പോൾ ചെയ്തു. ഇനി ഇവിടെയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ 2 വട്ടം ചുറ്റിയെടുക്കുക. ഒരു ഇച്ചിരി മാറി 1/2 ഇഞ്ച്
മാറി ഇതുപോലെ കുത്തി താഴ്ത്തുക. ഫ്രഞ്ച് നോട്ട് പഠിച്ചാൽ കാണാൻ വളരെ മനോഹരമാണ്. നമ്മൾ മുത്തുകൾക്ക് പകരം ഇത് ചെയ്യാൻ പറ്റും. ഇനി നമ്മളിവിടെ ഒരു മുത്തിന് പകരം ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് വലിച്ചു മുറുക്കരുത്. ഇത് വല്ലാണ്ട് വലിച്ചു മുറുക്കി ഫ്രഞ്ച് നോട്ടാണ്, ഒരു ഭംഗിയില്ല. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇത് ചുരിദാറിൻ്റെ ബ്ലൗസിൻ്റെ കൈകൾ ചെയ്യുന്ന ഡിസൈനാണ്. ഇതുപോലെ ഇത് കണ്ടിന്യൂ ആയിട്ട് ഇവിടം വരെ ചെയ്യുക. താങ്ക് യു.